ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ പിന്നെ 4 പ്രതികൾ, അതായത് ഹരി, രോഹിത്, ബാക്കി 2 പേരെയും ചേർത്ത് അവർ മറ്റേ ഈ ശരണ്യെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ വീട്ടിൽ തെളിവെടുപ്പിനായി പോവുകയും അവിടെ വെച്ച് ആൾക്കാരൊക്കെ ഒരുപാട് ഇടഞ്ഞ് ബുദ്ധിമുട്ടൊക്കെ ആയെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവർ തിരിച്ച് ജയിലിൽ പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മുടെ രാജീവും ശിവനും എല്ലാം വന്ന് സ്റ്റേഷനിൽ ഇവരെ കണ്ടതാണല്ലോ. അപ്പോൾ അതിനുശേഷം അവർ നേരെ വൈജയുടെ അടുത്ത് കയറുന്നു ഹോസ്പിറ്റലിൽ. അതിനുശേഷം ബാലേന്ദ്രൻ്റെ അടുത്ത് ചെല്ലാണ്. അപ്പോൾ ബാലചന്ദ്രൻ്റെ അടുത്ത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ബാലചന്ദ്രൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ളത്, നല്ല രീതിയിൽ പഠിച്ച് ഒരു നിലയിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ മക്കളെ ഓരോ ഇതിലും പണം, അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ, അതിന് വേണ്ടുന്ന പൈസ, ചിലവിനുള്ള ചിലവ്, അങ്ങനെ വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്ത് നമ്മൾ വിട്ടിട്ട് അവർ പഠിച്ച പഠിക്കൽ ഇതാണല്ലോ. ഒരു കാര്യം ചെയ്യട്ടെ, 10-30 ദിവസം ജയിലിൽ കിടക്കട്ടെ, അതിനുശേഷം കോടതി വിധി അനുസരിച്ചിട്ട് 4-5 വർഷം ജയിലിൽ കിടക്കാനാണ് വിധിയെങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ. ചങ്ക് പൊട്ടിക്കൊണ്ടാണ് ബാലചന്ദ്രൻ ശിവനോടും രാജീവിനോടും ഇത് പറയുന്നത്. പക്ഷേ എങ്കിലും നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നത് കേട്ടിരിക്കുക അല്ലാണ്ട് രാജീവും ഒന്നും പറയുന്നില്ല. കാര്യം ശിവനാണെങ്കിലും എത്രയാണെങ്കിലും നമ്മുടെ മക്കളല്ലേ, അങ്ങനെ നമുക്ക് കൈ ഒഴിയാൻ പറ്റുമോ ബാലചന്ദ്ര എന്നുള്ള രീതിയിൽ പറയുന്നു. അല്ല, ഇതിൽ എന്താണ് ഇനി ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം? അപ്പുറത്തൊരാൾ കിടപ്പുണ്ടല്ലോ, പോയി കണ്ടായിരുന്നു. അപ്പോൾ രാജീവ് പറഞ്ഞു, വൈജയെ കണ്ടിട്ടാണ് വരുന്നത്. അവൾ പറയണത് ഇതിനെല്ലാം കാരണക്കാരി അലീനയാണ്. അവൾ നമ്മുടെ കുടുംബത്തെ എന്ന് കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങിയ ദുരിതങ്ങളാണിതെന്ന്. അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, ആ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ഒരു പെങ്ങളുള്ളതിനെ മര്യാദയ്ക്ക് വളർത്തിയിരുന്നെങ്കിൽ ഇന്ന് അലീന എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ അനാഥാലയത്തിൽ ജനിച്ചുടനെ പോവുകയും പിന്നെ തിരിച്ച് കൈതക്കൽ വീട്ടിലോട്ട് തിരിച്ച് കയറി വരികയും നെടുപ്പുരയ്ക്കൽ വീട്ടിലോട്ടും പിന്നെ വരികയും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് പെങ്ങളെ വളർത്തിയതിൻ്റെ ദോഷമാണ്. അപ്പോൾ രാജീവ് പറഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ബാലേന്ദ്ര, ഇനിയിപ്പോൾ എന്താണ് ചെയ്യാനുള്ളത്? ഇനിയിപ്പോൾ ചെയ്യാനൊന്നുമില്ല. ഞാൻ എന്തായാലും ഇതിലേക്ക് വേണ്ടി ഇനി അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നില്ല. എനിക്കതിന് കഴിയുകയില്ല, ഞാൻ അതിലേക്ക് ഇറങ്ങുന്നതുമില്ല. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ അവൻ അനുഭവിക്കുക തന്നെ വേണം. കാരണം ഒരു പാവപ്പെട്ട പ്രായപൂർത്തി പോലും ആകാത്ത ഒരു പെൺകുട്ടിയെ ഇത്രയും ഒരു ക്രൂരമായ രീതിയിൽ ചെയ്യാൻ നമ്മുടെ മക്കൾക്ക് കഴിഞ്ഞുവെങ്കിൽ അവർ ജയിൽ ശിക്ഷ അനുഭവിച്ച് അതിൻ്റെ ആ ഒരു പഠനം പഠിച്ചവർ പുറത്തിറങ്ങട്ടെ. 5 കൊല്ലം കഴിയുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഒരു ലേബൽ ഉണ്ടാവുമല്ലോ, ജയിൽ പുള്ളി എന്നൊരു ലേബൽ, അതെന്തായാലും നന്നായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പുറകുറുക്കുന്നുണ്ട് നമ്മുടെ ബാലചന്ദ്രൻ. പക്ഷേ രാജീവിന് ശിവൻ ഇതൊക്കെ കേട്ടിട്ട് ഭ്രാന്ത് പിടിക്കുക അല്ലാണ്ട് അതിനൊരു സൊല്യൂഷനൊന്നും പറയാനോ അല്ലെങ്കിൽ അതിലേക്ക് എതിർക്കാനോ ഒന്നും അവർ പോയില്ല. എന്തായാലും ശിവൻ ഒരു കാര്യം ബാലേന്ദ്രനോട് പറഞ്ഞു, എത്രയാണെങ്കിലും എൻ്റെ മകനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എന്നെ വേണം എന്നുള്ള രീതിയിലാണ് ശിവ സംസാരിച്ചത്. അതിനുശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് ശിവനും രാജീവനും വീട്ടിലെത്തി കഴിയുമ്പോൾ കമല ചോദിക്കുന്നുണ്ട്, എന്തായി ശിവേട്ടാ, നമ്മളെ മോനെ കണ്ടോ, ഹരിയെ കണ്ടോ, അവൻ ആകെ കോലം കെട്ടില്ലേ ശിവേട്ടാ, അവനെ കണ്ട് സംസാരിക്കാൻ പറ്റുമോ, നമ്മുടെ മോനെ കണ്ടോ, എന്തൊക്കെ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നമ്മുടെ കമല ചോദിക്കുകയാണ്. അപ്പോൾ രാജീവ് പറഞ്ഞു, എൻ്റെ പൊന്ന് കമലേട്ടത്തി, ഒന്ന് കാണാൻ പോയിട്ട് നമ്മളെ കാറിന് ഗ്ലാസ് ഉള്ളത് കൊണ്ട് ആൾക്കാരുടെ കല്ലേറ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇതാക്കിയായിരുന്നു. അപ്പോൾ കമല പറഞ്ഞു, നമുക്കിനി ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലേടാ രാജീവേ, നമ്മുടെ മോനെ പുറത്തിറക്കാൻ പറ്റില്ലേ, എന്താണ് അവിടെ അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കമല വെപ്രാളം കൊണ്ട് സങ്കടം കൊണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനുവും വന്നിട്ട് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഈ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ ചെയ്യേണ്ടതായിട്ട് എന്ത് ചെയ്യാനാണ് അമ്മ ഈ പറയണത്. അപ്പോൾ നമ്മുടെ രാജീവ് പറഞ്ഞു, കാര്യം ശിവേട്ടാ, നിങ്ങളുടെ മോനും കമലേച്ചിയുടെയും ശിവേട്ടൻ്റെയും മോനാണ് ഹരി. പക്ഷേ വളർത്തി വഷളാക്കിയതിൻ്റെ ഒരു ഇതാണിപ്പോൾ ഈ കാണുന്നത്. ഇങ്ങനെ കാണിക്കാൻ ആ പെൺകുട്ടിയോട് ചെയ്ത ക്രൂരത അവിടെ വന്ന ജനങ്ങൾ എരമ്പിച്ചു കൊണ്ട് അവന്മാരെ കൊല്ലാനായിട്ട് നിൽക്കുന്നത്. പോലീസ് എന്ത് പാടപ്പെടുന്നത്, അവന്മാരെ ഇതിനു വേണ്ടി തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോയിട്ട് തിരിച്ച് സ്റ്റേഷനിലോട്ട് കൊണ്ട് കയറ്റിയത്
അത്രയ്ക്ക് ജനരോക്ഷം അയക്കുകയാണ്. കാര്യം അത്ര കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമാണിത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ കമലയ്ക്ക് അതൊക്കെ കേട്ടപ്പോൾ പേടിയാവുകയാണ്. അപ്പോൾ നമുക്ക് രക്ഷിക്കാനൊന്നും ആവില്ല. എന്ത് രക്ഷിക്കാനാണ് ഈ കമലേട്ടത്തി പറയണത്? അപ്പോൾ കമല പറയുന്നുണ്ട്, പാവം എൻ്റെ മോൻ ഹരി പാവം പാവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി എൻ്റെ കമലേട്ടത്തി. നമുക്കായിട്ട് ഒന്നും ഇനി ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇങ്ങനെ രാജീവ് പറയാണ്. മനു പറയുന്നതിൽ ഒരു തെറ്റുമില്ല, വളർത്തു ദോഷം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ശിവൻ പറഞ്ഞു, വർഷത്തിൽ അവന്, അതായത് ഹരി കുഞ്ഞായിരുന്ന സമയത്ത് ഞാൻ പിന്നെ ഗൾഫിലോട്ട് പോയതാ ജോലിയായിട്ട്. 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം കൂടുമ്പം വരും. 10 ദിവസം ഇവിടെ നാട്ടിലുണ്ടാവും. നീയല്ലേ കമലെ അവനെ വളർത്തിയത്, നീ വളർത്തിയതിൻ്റെ വളർത്തു ദോഷമല്ലേ ഈ കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ കമല നിന്ന് കരയാണ്. ഇനി കരഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശിവൻ അങ്ങ് പോവാണ്. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ കോടതിയിൽ കേസ് ആവുകയാണ്. അതായത് ഇവരെ വാദിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്, കോടതിയിൽ ഹാജരാക്കുകയാണ്. അപ്പം പോലീസ് SIയും CAയും അവരെല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ പറയണം എന്ന് വെച്ചാൽ ജനരോക്ഷം സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ആൾക്കാരെ അങ്ങോട്ട് ഇടിച്ച് കയറണം. അപ്പോൾ അവർ അതിന് വേണ്ടുന്ന പോലീസുകാരെയൊക്കെ അത്യാവശ്യം അറേഞ്ച് ചെയ്തൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല, കാരണം ആൾക്കാർ ഇടിച്ച് കയറി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ സ്റ്റേഷനിൽ. അപ്പോൾ അതുകൊണ്ട് വളരെ പ്ലാനായിട്ട് വേണം കൊണ്ടുപോകാൻ. ആൾക്കാർ മാക്സിമം വയലൻ്റ് ആവും, എങ്കിലും നമ്മൾ നമ്മുടേതായ രീതിയിൽ അവരെ പെട്ടെന്ന് വണ്ടി കയറ്റണം എന്ന് പറഞ്ഞ് CI വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ഇവരെ 4 പേരെയും സെല്ല് തുറന്ന് വെളിയിലോട്ട് ഇറക്കുകയാണ്. 3 പേര് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഹരി മാത്രം അവിടെ ചാരി നിൽക്കണം. അപ്പോൾ SI ചോദിക്കുന്നുണ്ട്, നിന്നെ എന്നാടാ ഇനി പ്രത്യേകം ക്ഷണിക്കണോ, ഇറങ്ങട പുറത്ത് എന്ന് പറഞ്ഞിട്ട് ഈ SI മാട്ടി നമ്മുടെ രോഹിത്തിനെ ഇറക്കുകയാണ്. രോഹിത്ത് എന്ന് വെച്ചാൽ പറ്റില്ല, വെളിയിൽ ജനങ്ങളുടെ ആ ഒരു ബഹളവും ആകെ കണ്ടിട്ട് രോഹിത്തിന് ആകെ ഒരു വെപ്രാളം പോലെ ആയി പോവുകയാണ് കേട്ടോ. അങ്ങനെ 4 പേരെയും കൂടെ വിലങ്ങൊക്കെ വെച്ച് അവർ പോലീസ് ഫുൾ പ്രൊട്ടക്ഷനോട് കൂടി വെളിയിലോട്ട് കൊണ്ടുവരികയാണ്. വെളിയിലോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് രോഹിത്തും ഹരിയൊക്കെ നോക്കുമ്പോൾ എന്നാ ജനം എല്ലാം ഇടിച്ചങ്ങോട്ട് കയറാൻ നിൽക്കണ, വിടറ അവന്മാരെ ഇങ്ങോട്ട് വിടറ, അവന്മാരെ പിച്ച് കീറട്ടടാ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരങ്ങോട്ട് ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുകയാണ്. അവസാനം വളരെ കഷ്ടപ്പെട്ട് പോലീസുകാർ ആൾക്കാരെയൊക്കെ ഉന്തി മാറ്റിയും അതിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെയൊക്കെയോ അവരെ പിടിച്ച് ആ വണ്ടിയിലോട്ട് കയറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണിക്കുന്ന രംഗങ്ങളെല്ലാം TV-യിൽ ലൈവായിട്ട് കാണിക്കുകയാണ്. ഈ ലൈവായിട്ട് കാണുന്ന സമയത്ത് നമ്മുടെ അലീനയും കൃഷ്ണമോളും ഇരുന്ന് കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ മനു ഇരുന്ന് കാണുന്നുണ്ട്. ഒരു കണക്കിന് കമല കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് കമലയ്ക്കൊക്കെ അങ്ങ് ആകെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അവരെല്ലാവരും ശിവനും കമലയും ഒക്കെ കാണുകയാണ് ഈ ഒരു സീനൊക്കെ. കാരണം ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു അവസ്ഥയിൽ മക്കളെ കൊണ്ടുപോകണം, സ്വന്തം പ്രസവിച്ച മകനെയാണ് ഈ കൊണ്ടുപോകുന്നത്. മനുവിനാണെങ്കിലും വല്ലാത്തൊരു വിഷമമാണ്, ഇങ്ങനെ ഒരു ആയിപ്പോയല്ലോ, തൻ്റെ അനിയൻ ഈ ഒരു അവസ്ഥയിൽ ചെന്ന് ചാടിയല്ലോ. ഈ അമ്മയുടെ വളർത്തു ദോഷവും അമ്മ അവന് കൊടുത്ത ഓരോ ഇതൊക്കെ കൊണ്ടാണ് അവൻ ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ള രീതിയിൽ ആക്കുന്നുണ്ട്. അലീനയും കൃഷ്ണമോളും സങ്കടം സഹിക്കാൻ വയ്യാണ്ട് അവരും അതൊക്കെ കണ്ട് വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആ രോഹിത്തിൻ്റെയൊക്കെ മുഖം കണ്ടിട്ട് അലീനയ്ക്കൊക്കെ ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ വല്ലാത്ത ഒരു കോലമായി പോലീസുകാരുടെ തല്ലും കൊണ്ട് നീലിച്ച് അവശനായ ഒരു മട്ടിലൊക്കെയാണ് രോഹിത്തിൻ്റെയൊക്കെ മോങ്ങളെ. നടക്കാൻ പോലും കഴിവില്ല, അത്രയ്ക്ക് ഒരു ആഹാരമൊന്നും ഇല്ലാണ്ട് അത് തളർന്ന് ഏത് രീതിയിൽ കഴിഞ്ഞേനെ. എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി വളർന്ന മക്കളാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ. ഭാഗ്യത്തിന് നമ്മുടെ ബാലചന്ദ്രനും വൈജയ്ക്കും ഈ ഒരു സീനൊന്നും കാണേണ്ടി വന്നില്ല. എങ്കിലും ഹോസ്പിറ്റലിൽ അവരെ കിടക്കുന്ന റൂമുകളിൽ വന്നിട്ട് ആ പീഡന കേസിലെ പയ്യൻ്റെ അച്ഛൻ കിടക്കുന്നത് ഇവിടെയാണ്, അല്ലെങ്കിൽ പീഡന കേസിലെ ആ ചെറുക്കൻ്റെ അമ്മ ആ റൂമിലാണ് കിടക്കണമെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരിങ്ങനെ ഇടയ്ക്കൊക്കെ വന്നിങ്ങനെ ഡോറിലൊക്കെ നോക്കുകയും മുട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്ര അല്ലാണ്ട് വേറെ ഈ വെളിയിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും സത്യം പറഞ്ഞാൽ വൈജയും ബാലചന്ദ്രനും ശരിക്കും കാണുന്നില്ല. അപ്പോഴാണ് നമ്മുടെ വൈജയുടെ റൂമിൽ വൈജയുടെ സിസ്റ്റർ വരുന്നത്, നേഴ്സ് വരെയാണ്. അപ്പോൾ നേഴ്സ് വന്നിട്ട് പറയുന്നുണ്ട്, മാഡം കണ്ടില്ലേ മോനെ TV-യിലൊക്കെ കാണിക്കുന്നുണ്ട്, TV വെച്ച് തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട എനിക്ക് TV ഒന്നും കാണണ്ടെന്ന് വൈജ അമ്പരന്ന് ഇങ്ങനെ പറയുകയാണ്. എന്ന് വെച്ചാൽ ആ ഒരു എന്തെങ്കിലും ഇങ്ങനെ പോലീസ് തല്ലേണ്ടതോ അല്ലെങ്കിൽ കോടതി കൊണ്ടുപോകണമൊക്കെ ആയിരിക്കും കാണിക്കണത് എന്നുള്ളത് വൈജയ്ക്ക് അറിയാം. അപ്പോൾ കളിയാക്കിക്കൊണ്ടാണ് ഈ നേഴ്സൊക്കെ ഇങ്ങനെ പറയണത്, മാഡം വെക്കട്ടെ എന്ന്. അപ്പോൾ വൈജ പറഞ്ഞു, എനിക്ക് കാണണ്ട എന്നുള്ളത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേഴ്സ് പറയുന്നുണ്ട്, അങ്ങനെ പറയല്ല മാഡം, ഇതൊക്കെ ഒന്ന് മക്കളെ വീട്ടിലിട്ട് വളർത്തിയത് ഈ ഒരു രീതിയിലൊക്കെ അല്ലേ, അപ്പോൾ മോൻ വളർന്നത് പഠിച്ചതും എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് സമൂഹത്തിൽ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണെന്ന് അമ്മയൊന്ന് അറിഞ്ഞു വെക്കുക എന്നൊക്കെ, അതൊക്കെ നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നേഴ്സുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിക്കൊണ്ട് വൈദ്യരെ മുന്നിലാക്കുന്നുണ്ട്. വൈദ്യക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല, സ്വന്തം മോനെയാണ് ഈ പറയണത്.
സ്വന്തം മോൻ്റെ അവസ്ഥയാണ് ഇതൊക്കെ. അപ്പം ഏകദേശം നാളത്തെ ഒരു എപ്പിസോഡിൽ ഈ ഒരു ഇതൊക്കെ തന്നെയാണ് വരുന്ന പ്രൊമോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. മഴ തോരും മുമ്പേ സീരിയൽ ഇനിയിപ്പോൾ കോടതിയിൽ കൊണ്ടുവരുമ്പോൾ മിക്കവാറും നമ്മുടെ രോഹിത്ത് കോടതിയിൽ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, താൻ അവിടെ പോയി എന്നൊരു തെറ്റല്ലാണ്ട് കോടതിയിൽ അങ്ങനെയൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഹരി പറയുമ്പോൾ ഹരി എന്തായാലും രോഹിത്തിനെ ഉൾപ്പെടുത്തിയ ഹരി പറയുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഹരിക്കുള്ളൊരു സൂക്കേട് അതാണ്, അവൻ പെട്ടിട്ടുണ്ടെങ്കിൽ രോഹിത്തും പെടണം എന്നുള്ളൊരു മനോഭാവമൊക്കെയാണ്. പക്ഷേ ഇനിയിപ്പോൾ അതെങ്ങനെ തെളിയിച്ചെടുക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ ഇനിയിപ്പോൾ കേസിൽ രോഹിത്തിന് അനുകൂലമായിട്ട് അലീന തെളിവുകൾ കൊണ്ടുവരികയാണ്. അത് ഏത് രീതിയിലൊക്കെയാണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ എന്തായാലും നമ്മുടെ മഴ തോരും മുമ്പേ സീരിയൽ നല്ല അടിപൊളി വൺ ട്വിസ്റ്റ് ആയിട്ടാണ് പോണത്. എല്ലാവരും നമ്മുടെ സീരിയലിൻ്റെ പ്രൊമോ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിക്കാൻ ആരും മറന്നു പോകണ്ട കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്